ഞാനും ഹയാസും കൂടി ദേ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോവാണ് കേട്ടോ. ഹയാസ് അപ്പോൾ ദേ സൈക്കിളിലാണ് വരുന്നത്. വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഹയാസിനെ അവിടേക്ക് ഒറ്റയ്ക്കൊന്നും വിടാറില്ല കേട്ടോ. എന്നാലും ഞാൻ വീട്ടിൽ വെച്ച് ഹയാസിനോട് ചോദിച്ചു, ഹയാസ് ഹരിച്ചേട്ടൻ്റെ കടയിൽ പോയിട്ട് ഉമ്മിക്കൊരു സൺഫ്ലവർ ഓയിൽ വാങ്ങിയിട്ട് വരുമെന്ന് ചോദിച്ചു കേട്ടോ. അവൻ്റെ റിപ്ലൈ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് കേട്ടോ. ഒരു 5 വയസ്സുകാരൻ പറഞ്ഞ് ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ചെറുതിലെ, എൻ്റെ ചെറുതിലെ ഞാൻ എൻ്റെ ഉമ്മിച്ചിനോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അവൻ പറഞ്ഞു ഓക്കെ ഉമ്മി ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, പക്ഷേ ബാക്കി വരുന്ന പൈസയ്ക്ക് ഞാൻ മിഠായി വാങ്ങുന്നു കേട്ടോ. കുഞ്ഞിലെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കടയിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോയിട്ട് വരുമ്പോൾ ബാലൻസും കൊണ്ട് നമുക്ക് എന്തെങ്കിലും മിഠായിയൊക്കെ വാങ്ങിക്കാമല്ലോ. അന്ന് ഈ 2 രൂപയ്ക്കൊക്കെ ഇന്നത്തെ 10 രൂപയുടെ മഞ്ചൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നൈസായിട്ട് അതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ നടന്നു വരുന്നത്. അതും വീടിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെയായിരുന്നു കേട്ടോ കട. പിന്നെ ഒരുവിധം വലുതായപ്പോൾ തൊട്ട് പിന്നെ വീട്ടിൽ കടയിലൊന്നും വിടാതെയായി. പെട്ടെന്ന് അവൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാനെന്തോ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് പോയതുപോലെ തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ കടയിൽ വന്ന് ഓയിൽ വാങ്ങി, ക്യാരറ്റ് വാങ്ങി, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.